السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസിനികളെ ത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെല്ലാവരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സംസാരിക്കാൻ ബഹുമാന്യനായ ഉസ്താദ് ഫൈസൽ മൗലവി ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചില തിരക്കുകൾ കാരണത്താൽ വരാൻ സാധ്യമല്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അടിസ്ഥാനപരമായി കൊണ്ട് വിശ്വാസിനികളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ റമദാനിന്റെ അവസാന 10, ഇനി എണ്ണപ്പെട്ട ദിനരാത്രങ്ങൾ മാത്രം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകാനിരിക്കെ നീണ്ട ഒരു കാലങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് സമ്പാദിച്ചു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കാലം നമുക്കൊരു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, രാത്രികളിൽ നിന്ന് നമസ്കരിച്ചും കൊണ്ടുള്ള ഏറ്റവും മഹത്തായ ദിനരാത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ട് അത് വേണ്ടിയ രീതി കൈകാര്യം ചെയ്യാൻ സാധ്യമായിട്ടുണ്ടോ എന്നൊരു ചോദ്യം, ആത്മവിചിന്തനം വിശ്വാസികളായിട്ടുള്ള നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നത് പോലെ, ഒരു റമദാൻ കിട്ടിയിട്ടും അവന്റെ പാപമോചനങ്ങൾ, അവന്റെ പാപങ്ങൾ പുറത്തു തന്നിട്ടില്ല എങ്കിൽ, അവൻക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന്റെ മുഖം കുത്തി അവൻ നരകത്തിൽ വീഴട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അതിനുത്തരം നൽകിയത് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. അതിന് ആമീൻ പറഞ്ഞത്. ആമീൻ എന്ന് പറഞ്ഞ അല്ലാഹുമ്മസ്തജിബ്, അല്ലാഹുവേ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, പ്രവാചകന്റെ ഒരു പ്രാർത്ഥന ഇവിടെ ഉണ്ടായിരിക്കെ ലോകത്തെ പ്രവാചകന്റെ പ്രാർത്ഥന തന്നെയാണല്ലോ. അങ്ങനെ ഉണ്ടായിരിക്കെ നമ്മൾ ആ പാപമോചനം നൽകപ്പെട്ട ആളുകളിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു വലിയൊരു ചോദ്യം വിശ്വാസികളെ നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന തഖ്വയുമായി കൊണ്ട് ബന്ധം. അവിടെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അതിനെ നിർവചിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് തഖ്വ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, രഹസ്യ പരസ്യ മേഖലകളിലും റബ്ബിനെ പരമാവധി സൂക്ഷിക്കുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. മഹാനായ സ്വഹാബി വര്യനോട് ചോദിച്ചല്ലോ, എന്താണ് തഖ്വ കൊണ്ട് വിവക്ഷിക്കുന്നത്? നിങ്ങളൊരു കൂടി നടന്നു പോകുമ്പോൾ ചുറ്റുപാട് മാലിന്യങ്ങളും അതേപോലെ തന്നെ മുള്ളുകളും നടക്കാൻ പ്രയാസമുള്ള മാലിന്യങ്ങളും കുന്നുകൂടിയിരിക്കെ നിങ്ങൾ അവിടെ എങ്ങനെയാണ് നടക്കുക? അപ്പോൾ അതിനുള്ള മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം നൽകിയത്, ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി അതെന്നെ കാലിലേക്ക് തട്ടാതിരിക്കാൻ, എൻ്റെ കാലിലേക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ വളരെ സൂക്ഷ്മമായി കൊണ്ടായിരിക്കും ആ പാതയെടുത്തുകൂടി ഞാൻ നടക്കുക. എന്നാൽ സഹോദര, അത് തന്നെയാണ് തഖ്വ. നിന്റെ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും പരമാവധി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് തഖ്വ കൊണ്ട് വിവക്ഷിക്കേണ്ടത്. തഖ്വയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആർക്കാണ് തഖ്വ ബാധകമായിട്ടുള്ളത് എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ആരാണ് തഖ്വ കൊണ്ട് ജീവിക്കേണ്ടത്? കാഫിരീങ്ങൾ തഖ്വ കൊണ്ട് ജീവിച്ചിട്ട് അവർക്ക് വല്ല ഫലവുമുണ്ടോ? ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിട്ട് വല്ല ഗുണവുമുണ്ടോ? ജീവിതം കേവലം മണ്ണായിക്കൊണ്ട് മരിച്ച് ജീവിതത്തിന് ഒരു അർത്ഥമില്ലാതെ ജീവിക്കുന്ന ആളുകൾ സൂക്ഷ്മതയോടുകൂടി ഈ ലോകത്ത് ജീവിച്ചിട്ട് സഹോദരങ്ങളെ അവർക്ക് വല്ല ഗുണവുമുണ്ടോ? ആഖിറം എന്തെന്നറിയാത്ത, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത കാഫിര്യങ്ങൾ തഖ്വയോടുകൂടി ജീവിച്ചിട്ട് എന്തർത്ഥമാണ് അവർക്കുള്ളത്? തഖ്വ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികളെ അത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. മുഅ്മിനീങ്ങളിൽ നിന്ന് മാത്രമേ തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം നാം മനസ്സിലാക്കണം. ഇന്നമാ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ആർക്കാണ് തഖ്വ? അത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്, വിശ്വാസികൾക്കുള്ളതാണ്, ഹിദായത്ത് നൽകപ്പെട്ട ആളുകളാണ്. ഹിദായത്ത് നൽകപ്പെടാത്ത ആളുകൾ തഖ്വ ഇല്ലാതെ ഈ ലോകത്ത് ജീവിച്ചിട്ട് യാതൊരു ഗുണവുമില്ല സഹോദരങ്ങളെ. അവർ ലോകത്ത് എത്ര നന്മകൾ നൽകിയിട്ടും കാര്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ വിശ്വാസികളെ ഒരുപാട് അന്നത്തെ ഖുറൈശികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവിടുത്തെ കാഫിറുകൾ ഒരുപാട് ആളുകൾ പ്രവാചകനും അനുയായികൾക്കും അഭയം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ ലാഞ്ചന അവരുടെ ഹൃദയങ്ങളില്ല എങ്കിൽ ആ ചെയ്ത നന്മകൾക്ക് എന്ത് ഫലമാണ് സഹോദരങ്ങളെ ഉള്ളത്? ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുമ്പോൾ, നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ എടുത്തെടുത്ത് പറയുമ്പോൾ തന്റെ മകൻ കാഫിറായിരുന്നു എന്നൊരു ചരിത്രം അവിടെ ഉണ്ടല്ലോ സഹോദരങ്ങളെ. അവർക്കൊന്നും ഹിദായത്ത് കിട്ടിയിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുമ്പോൾ ആ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവായ ആസർ മുസ്ലിം ആയിരുന്നില്ല സഹോദരങ്ങളെ. പരലോകത്ത് വമ്പിച്ച ശിക്ഷയ്ക്ക് അർഹനായിട്ടുള്ള ആളാണ് ആസർ എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ അതീവ പീഡനങ്ങൾ സഹിച്ച പ്രവാചകന് അഭയം നൽകിയ മൂത്താപ്പയുടെ ചരിത്രമുണ്ടല്ലോ, അബൂ തോലിബിന്റെ ചരിത്രമുണ്ടല്ലോ. പൊന്നു മൂത്താപ്പ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഈ മുഹമ്മദ് നിങ്ങൾക്ക് സാക്ഷ്യം നിൽക്കാമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ കണ്ണുകളുമായി കൊണ്ട് മൂത്താപ്പയുടെ മുന്നിൽ പറഞ്ഞപ്പോഴും ആ മൂത്താപ്പക്ക് ആ ഹിദായത്ത് കിട്ടിയിട്ടില്ല. ആ മൂത്താപ്പ ജീവിതത്തിൽ ചിലപ്പോൾ തഖ്വയോടുകൂടി ജീവിച്ച ആളായിരിക്കും. പക്ഷെ സഹോദരങ്ങളെ, തഖ്വ കൊണ്ട് ഇവിടെ ഗുണമുണ്ടാകുന്നത് അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അത് വിശുദ്ധ ഖുർആൻ അടിക്കടിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നമാ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പ്രവാചകൻ ആദം അലൈഹിസ്സലാമിന്റെ 2 സന്താനങ്ങളെ കുറിച്ചുള്ള കഥ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് സഹോദരങ്ങളെ. നമ്മ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നല്ലോ, വത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിൻ അൽ-ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, വത്ലു അലൈഹിം, പ്രവാചകരെ താങ്കൾ അവർക്ക് നീ ഓതിക്കൊടുക്ക്. എന്താണ് ഓതിക്കൊടുക്കേണ്ടത്? നബഅ ബനി ആദം, ആദമിന്റെ 2 പുത്രന്മാരുടെ കഥയെക്കുറിച്ച് നീ പറഞ്ഞു കൊടുക്ക്. എന്താണ് അവരുടെ പ്രത്യേകത? ഇദ് ഖറബാ ഖുർബാനൻ, അവരോടൊരു നേർച്ച നേരാൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. സഹോദരങ്ങളെ, നല്ല മനസ്സിലാക്കേണ്ട ഒരു കഥയാണ്. ഇദ് ഖറബാ ഖുർബാനൻ, അവർ 2 പേരോടും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നേർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഫതുഖബ്ബല മിൻ അഹദിഹിമാ, 2 പേരും ഒരേ വിഷയത്തിൽ നേർച്ച നേടാൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞപ്പോൾ അല്ലാഹു സ്വീകരിച്ചത് ഒരാളിൽ നിന്നാണ്. ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിൻ അൽ-ആഖർ, മറ്റാളുടെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായി കൊണ്ടും സ്വീകരിക്കാത്ത ആൾ സ്വീകരിച്ച ആളോട് അസൂയ തോന്നുക എന്നുള്ളത് പ്രകൃതിയാണ്. ആ മനുഷ്യൻ ഇവനെ സ്വന്തം സഹോദരനെ കൊല്ലാൻ ഒരുമ്പെടുന്ന സന്ദർഭത്തിൽ ഖാല ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. അപ്പോൾ സ്വീകരിച്ച പ്രവർത്തനങ്ങൾ സ്വീകരിച്ച സ്വന്തം അനുജൻ ജ്യേഷ്ഠനോട് പറയുന്ന ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് കിട്ടേണ്ട കാര്യം. അതാണ് ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. സഹോദര, ആ പറഞ്ഞ ആയത്തിന്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. സഹോദര, നീ എന്നെ കൊല്ലാൻ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണെങ്കിൽ, നിന്റെ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണെങ്കിൽ, നീ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവനാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കും. കാരണം ഇന്നമാ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങളിൽ നിന്നാണ് അമലുകൾ സ്വീകരിക്കുക എന്നുള്ളത്. വിശ്വാസികളെ, ഈ ഒരു ആയത്ത് നമ്മുടെ മുൻഗാമികളായിട്ട് സലഫുകളുടെ കർണപടങ്ങളെ ഉലച്ചു കളഞ്ഞ ആയത്തായിരുന്നത്. കാരണം അവർക്ക് അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ചരിത്രങ്ങൾ ഈ ഒരു ആയത്തുമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഈ ഒരു ആയത്തുമായി കൊണ്ട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞു തരാം. അൻ തമീം ഇബ്നു മാലിക് അൽ മഖരി ഖാൽ, അദ്ദേഹം പറയാൻ, സമിഅ്തു അബൂദ്ദർദാ യഖൂൽ, അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂദ്ദർദാ പറയുകയാണ്, ലിഅൻ അസ്തൈഖന അന്നല്ലാഹ ഖദ് തഖബ്ബലല്ലാഹു മിന്നി സ്വലാത്തൻ വാഹിദ, അല്ലാഹു സുബ്ഹാനഹു തആല എന്നിൽ നിന്ന് ഒരു നമസ്കാരമാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നെങ്കിൽ,
അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ, അതാണ് എനിക്ക് ദുനിയാവിനേക്കാളും അതിലുള്ള മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് അതായിരിക്കും. കാരണം എന്നിട്ട് അദ്ദേഹം പറയാൻ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്നല്ലാഹ യഖൂൽ, അല്ലാഹ് പറയുന്നുണ്ടല്ലോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്നാണ് അമലു സ്വാലിഹാത്ത് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്രമുണ്ട് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് ഒരു പ്രവർത്തനമാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നെങ്കിൽ അതാണ് എനിക്ക് ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാണ്. കാരണം അള്ളാഹു എനിക്ക് ഉറപ്പ് തന്നിട്ടില്ലല്ലോ. അള്ളാഹ് പറഞ്ഞത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നാണല്ലോ. സഹോദരങ്ങളെ, ഇമാം രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരു കത്ത് എഴുതുന്നുണ്ട് തൻ്റെ പരിചാരകൻ, ഊസീക ബിത്തഖ്വല്ലാഹ്, സഹോദര നിന്നോട് ഞാൻ അള്ളാഹുവിനെ തഖ്വ ചെയ്യണേ എന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുന്നു. എന്താണ് ആ തഖ്വയുടെ പ്രത്യേകത? അല്ലദീ ലാ യഖ്ബലു ഗൈറഹാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തഖ്വയല്ലാത്തത് മറ്റൊന്നും സ്വീകരിക്കുകയില്ല. വലാ യർഹമു ഇല്ലാ അലൈഹാ, ആ തഖ്വയുള്ള ആളുകളുടെ മേലല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയുകയില്ല. അങ്ങനെയുള്ള തഖ്വ കൊണ്ട് ഞാൻ നിന്നെ വസിയത്ത് ചെയ്യുന്നു. വലാ യസ്ബുതു ഇല്ലാ അലൈഹാ, ആ തഖ്വ കൈവരിച്ചവൻക്കല്ലാതെ സ്ഥിരതയുണ്ടാവുകയില്ല. അങ്ങനെയുള്ള തഖ്വ കൊണ്ട് സഹോദര ഞാൻ നിന്നെ വസിയത്ത് ചെയ്യുന്നു. എന്നിട്ട് മാത്രമല്ല, വേറെയും ചില പ്രത്യേകതയുണ്ട് ആ തഖ്വക്ക്. ഫഇന്നൽ വാഇലീന ബിഹാ കസീർ, സംസാരിക്കുന്ന ആളുകൾ, പ്രസംഗിക്കുന്ന ആളുകൾ, അതിനെക്കുറിച്ച് വാചാലരാവാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഫഇന്നൽ വാഇലീന ബിഹാ കസീർ, ആ തഖ്വയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുവാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ വൽ ആമിലീന ബിഹാ ഖലീൽ, ജീവിതത്തിൽ അത് പ്രവർത്തിക്കുവാൻ വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രയാസമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സബാത്ത് നൽകുന്ന ആ തഖ്വ കൊണ്ടാണ് സഹോദര ഞാൻ നിന്റെ വസിയത്ത് ചെയ്യുന്നതെന്ന് രണ്ടാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഒരു കത്തിൽ എഴുതുമ്പോൾ സഹോദരങ്ങളെ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം സ്വീകരിക്കുകയുള്ളൂ എന്നൊരു കാര്യം നാം മനസ്സിലാക്കണം. ആമിർ ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റഹിമഹുല്ല പറയാണ്, അദ്ദേഹം ആരായിരുന്നു? ആമിർ ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ താബിഈ പണ്ഡിതനായ സാഹിദീങ്ങളിൽപ്പെട്ട വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റത്തെ ഇബാദത്ത് ചെയ്യുന്ന മഹാപണ്ഡിതനായിരുന്നു. മിൻ മശാഹിരി സുഹാദിൽ ഇബാദ്, അങ്ങേയറ്റത്തെ അല്ലാഹുവിനോട് സുഹൂദുള്ള മനുഷ്യരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. വമഅ ദാലിക ബകാ ഫീ മറളിഹി അല്ലദീ മാത ഫീഹി ബുകാഅൻ ശദീദ, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ വളരെ പൊട്ടിക്കരയുകയാണ് ആ സഹോദരൻ, ആ താബിഈ പണ്ഡിതൻ പൊട്ടിക്കരയുകയാണ്. ഫഖീല ലഹു, അപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, വമാ യുബ്കീക യാ അബാ അബ്ദുല്ലാ, അബാ അബ്ദുല്ലാ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇതിന് മാത്രം താങ്കളെ കരയാൻ പ്രാപ്തരാക്കിയത് എന്താണ്? അപ്പൊ ഖാല, അദ്ദേഹം പറയാൻ, ആയത്തുൻ ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഒരു ആയത്താണ് സഹോദര എന്നെ കരയിപ്പിച്ചത്. അതെന്താണ്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്നാണ് പ്രതിഫലം സ്വീകരിക്കുക എന്നുള്ളത്. ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അവരൊക്കെ കാംക്ഷിച്ചൊരു സ്വർഗമുണ്ട്. നേരത്തെ പറഞ്ഞ അബൂ ദർദാഇന്റെ ചരിത്രം നമ്മൾ പറഞ്ഞ പോലെ, സ്വഹാബി വര്യൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞ പോലെ, അവരൊക്കെ ഏതൊരു സ്വർഗത്തിന് വേണ്ടിയാണോ പ്രവർത്തിച്ചത്, ഏതൊരു സ്വർഗത്തിന് വേണ്ടിയാണോ അവരുടെ ജീവിതം മാറ്റിവെക്കപ്പെട്ടത്, സഹോദരങ്ങളെ, അതേ സ്വർഗത്തിൽ തന്നെയാണ് നമ്മളും പ്രവേശിക്കാനുള്ളത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് തഖ്വ? ജീവിതത്തിൻ്റെ ഏത് മേഖലകളും എടുത്തു നോക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾക്കെല്ലാവർക്കും വീഴ്ചകളാണല്ലോ സഹോദരങ്ങളെ. പക്ഷെ പരമാവധി റബ്ബിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ, അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ഈ ഒരു ആയത്തിനെ കുറിച്ച് ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ല പറയുന്ന ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. കാനത്ത് ഹാദിഹിൽ ആയ, ഈ ഒരു ആയത്തുണ്ടല്ലോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന് പറഞ്ഞ ഈ ഒരു ആയത്തുണ്ടല്ലോ, യസ്തദ്ദു മിൻഹാ ഖൗഫു സലഫി ഫീ നുഫൂസിഹിം, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സലഫുകളുടെ ഹൃദയങ്ങളെ ഭേദിച്ച് കളഞ്ഞ ആയത്തായിരുന്നു. അവർക്ക് അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടായിരുന്ന ആയത്തായിരുന്നു. ഫഖാഫു അൻ ലാ യകൂന മിനൽ മുത്തഖീന അല്ലദീന യതഖബ്ബലു മിൻഹും, അവർ എന്താണ് ഭയപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം സ്വീകരിക്കും എന്ന് പറഞ്ഞ മുത്തഖീങ്ങളിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു പേടി അവർക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുമ്പോൾ സഹോദരങ്ങളെ,
ആ ഒരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഞാൻ മുത്തഖിയാണോ, ഞാൻ മുഖ്ലിസാണോ, ഞാൻ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നവനാണോ, എൻ്റെ ഇബാദത്തിൽ ഇഖ്ലാസ് ഉണ്ടോ എന്നുള്ള ഒരു പേടി നമുക്കുണ്ടാവണം. സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി കൊണ്ടൊരു കാര്യം നാം മനസ്സിലാക്കാം. നിഫാഖിനെ ഭയപ്പെടാത്തവൻ, നിഫാഖിനെ കുറിച്ചൊരു ധാരണ ഹൃദയത്തിൽ ഇല്ലാത്തവൻ, അവൻ മുനാഫിഖാണ്. അവൻ മുനാഫിഖാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും റബ്ബേ നിഫാഖുണ്ടോ എന്നുള്ളൊരു പേടി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം സഹോദരങ്ങളെ. അതില്ല എങ്കിൽ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹൃദയത്തിലും നിഫാഖിൻ്റെ ഒരു ലാഞ്ചന കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അബി മുലൈക്ക എന്ന് പറയുന്നൊരു താബിഈ പണ്ഡിതൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വഹാബികളിൽ 30ഓളം സ്വഹാബികളെ എനിക്കറിയാം. എന്താണ് അവരുടെ പ്രത്യേകത? അവർ അങ്ങേയറ്റത്തെ നിഫാഖ് ഭയപ്പെടുന്നുണ്ടോ എന്ന് ഭയപ്പെട്ട് നടക്കുന്ന ആളുകളാണ്. തങ്ങളുടെ ജീവിതത്തിൽ നിഫാഖ് വരുന്നുണ്ടോ എന്ന് അങ്ങേയറ്റം ഭയപ്പെട്ട് ജീവിക്കുന്ന 30ഓളം സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അബൂ മുലൈക്ക എന്ന് പറയുന്ന താബിഈ വര്യൻ പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നിഫാഖിനെ ഭയപ്പെടുന്നത്? എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ ഇഖ്ലാസ് ഉണ്ടോ എന്നൊരു പരിശോധന നമ്മുടെ ജീവിതത്തിലുള്ളത്? നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടോ എന്ന പരിശോധന എവിടെയാണുള്ളത് സഹോദരങ്ങളെ? നമ്മുടെയൊക്കെ പ്രതിഫലങ്ങൾ സ്വീകരിക്കണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. ജീവിതത്തിൽ 10, 60, 70 വർഷക്കാലം റബ്ബിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത ചരിത്രം നമുക്ക് പറയാനുണ്ടാകും. ഒരുപാട് അമലിൻ്റെ ഭാണ്ഡങ്ങൾ നിരത്താൻ നമുക്കുണ്ടാകും. ഒരുപാട് സ്വതക്കയുടെ ചരിത്രം നമുക്ക് പറയാനുണ്ടാകും. ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ച കഥകൾ നമുക്ക് പറയാനുണ്ടാകും. സഹോദര, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ്? ആ ഇഖ്ലാസ് ഇല്ല എങ്കിൽ, ആ തഖ്വ ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നാളെ പരലോകത്ത് വരും തിഹാമ പർവ്വതത്തിൻ്റെ അമലുമായി കൊണ്ട്, ഉഹുദ് പർവ്വത കണക്കെ അമലുമായി കൊണ്ട് നാളെ പരലോകത്ത് വരും. അവൻ്റെ മനസ്സിൽ അഗാധമായിട്ടുള്ള ആശകളുണ്ടാവും. റബ്ബ് സ്വീകരിക്കുമല്ലോ എന്നുള്ള അങ്ങേയറ്റത്തെ ആശയവുമായി കൊണ്ടായിരിക്കും ചില ആളുകളൊക്കെ കടന്നു വരിക. പക്ഷെ എന്ത് ചെയ്യാൻ, ഹബാഅൻ മൻസൂറ എന്ന് അല്ലാഹ് പറഞ്ഞ പോലെ അതിങ്ങനെ ധൂളിയാക്കിക്കൊണ്ട് കളയുന്ന ഒരു അവസ്ഥാവിശേഷം ചില ആളുകൾക്ക് വരാനുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളെല്ലാവരും തഖ്വയുള്ള ആളുകളാകാൻ ശ്രമിക്കണം, ഇഖ്ലാസുള്ള ആളുകളാവാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ഈ തഖ്വ കൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്വക്ക് ഇത്ര പ്രാധാന്യം നൽകുവാനുള്ള കാരണം? അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ്, പ്രവാചകരെ ഇത്തഖില്ലാഹ്, നീ അല്ലാഹനെ സൂക്ഷിക്കണം. എന്തിനാണ് പ്രവാചകരോട് അത് പറയേണ്ട ആവശ്യം? യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ് എന്ന് സൂറത്തുൽ അഹ്സാബിൽ 1-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ലോകത്തിൻ്റെ അഷ്റഫുൽ ഖൽഖായ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തഖില്ലാ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മളും ആ തഖ്വക്ക് അർഹരല്ലേ? ആ പ്രവാചകൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും കൈവരിക്കേണ്ടതില്ല സഹോദരങ്ങളെ. മാത്രമല്ല, പ്രവാചകന്റെ പത്നിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, യാ നിസാഅൻ നബി മയ്യതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിന. പ്രവാചകന്റെ പത്നിമാരോട് പറയുകയാണ്, പത്നിമാരെ, പ്രവാചകന്റെ നിസായികളെ, മിൻകും ബിഫാഹിശത്തി മുബയ്യിന, നിങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഫാഹിശത്തുമായി കൊണ്ട്, മ്ലേച്ഛതയുമായി കൊണ്ട് ആരാണ് വരുന്നത്? യുളാഅഫു ലഹൽ അദാബു ളിഅഫൈൻ, നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അഹ്സാബ് 32-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പത്നിമാരെ ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്, യാ നിസാ അൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയുള്ള ആളുകളല്ല. നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായ റസൂലിൻ്റെ പത്നിമാരാണ്. ഇനി തഖൈതുന്ന, നിങ്ങൾ തഖ്വ പാലിക്കുകയാണെങ്കിൽ നിങ്ങളും മറ്റു സ്ത്രീകളും ഒരുപോലെയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പത്നിമാരോട് പറയുമ്പോൾ, പ്രവാചകൻ്റെ പത്നിമാരോട് പറയുമ്പോൾ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാധാന്യം നൽകിയൊരു കാര്യമുണ്ട്. ഈ തഖൈതുന്ന, നിങ്ങൾ തഖ്വ പാലിക്കുന്ന ആളുകളാണെങ്കിൽ, അഥവാ നിങ്ങൾ തഖ്വ പാലിക്കുന്ന ആളുകളാണെങ്കിൽ മറ്റു സ്ത്രീകളെ പോലെ നിങ്ങൾ ഒരുപോലെയല്ല, അവരും നിങ്ങളും ഒരുപോലെയല്ല. കാരണം നിങ്ങൾ തഖ്വ പാലിക്കേണ്ട ആളുകളാണ്. നിങ്ങൾ മറ്റുള്ളവരെക്കാളും തഖ്വ പാലിക്കേണ്ട ആളുകളാണ്. നിങ്ങൾ പ്രവാചകൻ്റെ പത്നിമാരാണ്. വഹി ഇറങ്ങുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി ഇറങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ വഹി ഇറങ്ങുന്നത് പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വെച്ചാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകേണ്ട ആളുകളല്ല, നിങ്ങളാകുന്ന ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആളുകൾ. സഹോദരങ്ങൾ, ഈ ഒരു ആയത്ത് നമ്മൾക്കും ബാധകമാണ്. സഹോദരങ്ങളെ, നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ
നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും ഒരുപാട് ആളുകളുണ്ടെങ്കിലും മറ്റുള്ളവരെ പോലെ ആകേണ്ട ആളുകളല്ല നമ്മൾ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തഖ്വ പാലിക്കേണ്ട ആളുകൾ സഹോദരങ്ങളെ നമ്മളാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരും, തെറ്റുകൾ വരാത്ത ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കാതെ തൗബ ചെയ്തുകൊണ്ട് അതിൽ നിന്നും മടങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് പരമാവധി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സഹോദരങ്ങൾ, പിന്നെ എന്താണ് ഈ തഖ്വക്ക് ഇത്ര പ്രാധാന്യം നൽകാനുള്ള കാരണം? എല്ലാ വെള്ളിയാഴ്ചകളിലും ഖത്തീബ് മിമ്പറിൽ കയറിക്കൊണ്ട് മുഅ്മിനീങ്ങളോട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം എന്നുള്ളതാണ്. അത്രയും തഖ്വക്ക് പ്രാധാന്യം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികൾ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി എന്ന് ആലി ഇംറാനിലൂടെയും മറ്റൊരായത്ത് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത് സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ലോകത്ത് ഒരു മുഅ്മിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഇഷ്ടം, ലോകത്ത് ആര് വെറുത്താലും, സ്വന്തം പത്നിമാര് വെറുത്താലും, സ്വന്തം മക്കൾ വെറുത്താലും, കൂടെ പിറപ്പുകൾ വെറുത്താലും, ജീവിതത്തിൽ ആര് വെറുത്താലും റബ്ബിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് വേണോ? തഖ്വയുള്ള ആളുകളാവുക. കാരണം അല്ലാഹ് പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെയാണ് ഇഷ്ടപ്പെടുക എന്ന് പറയും. ജീവിതത്തിൽ തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹുബ്ബ് കിട്ടും. അതിനേക്കാൾ വലിയ ഇഷ്ടം വേറെന്താണ് സഹോദരങ്ങളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാലോ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും, ജിബ്രീലെ, ഭൂമിയിൽ ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നീയും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ മറ്റു മലക്കുകളോട് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ. അങ്ങനെ ഒരു ഇഷ്ടം വേണമെങ്കിൽ സഹോദരങ്ങളെ തഖ്വയുള്ള ആളുകളാവണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകളെയാണ് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ജീവിതത്തിൽ മാന്യത ആഗ്രഹിക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇക്റാമ് വേണോ? അല്ലാഹുവിൻ്റെ അടുക്കൽ കരീമാവണോ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിന്ദ്യത അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ ജീവിതത്തിൽ ആരുടെ അടുക്കലും നമുക്ക് ചിലപ്പോൾ വിലയുണ്ടാവുകയില്ല. സ്വന്തം വീട്ടിൽ പലപ്പോഴും നമ്മൾ തള്ളപ്പെട്ട ആളുകളായിരിക്കും, നടുറോട്ടിൽ അവഹേളിക്കപ്പെട്ട ആളുകളായിരിക്കും, ജീവിതത്തിൽ ഒരു വിലയും ഇല്ലാത്ത ആളുകളായിരിക്കും. പക്ഷേ സഹോദരങ്ങളെ, റബ്ബിൻ്റെ അടുക്കൽ നമ്മൾ കരീമാവണോ? റബ്ബിൻ്റെ അടുക്കൽ മാന്യതയുള്ള ആളുകളാണോ? തഖ്വയുള്ള ആളുകളാവുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യൻ അത് തഖ്വയുള്ള ആളുകളാണ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ മുത്തഖിയാവാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ കരീമാവാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാന്യനാവാൻ സഹോദരങ്ങളെ തഖ്വ കൈവിടാതെ ജീവിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, പ്രതിസന്ധിയിലും മറ്റുള്ളവർ കൈവെടിയുന്ന സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്ന പല ആളുകളും സഹോദരങ്ങളെ നമ്മളെ കൈവെടിയുന്ന ചില അവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. സ്വന്തം കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്ന ഭാര്യ നമ്മളെ കൈവെടിയുന്ന അവസ്ഥയുണ്ടാകും. ജീവിതത്തിൽ താങ്ങും തണലാകുമെന്ന് നമ്മൾ കരുതിയ നമ്മുടെ സന്താനങ്ങൾ നമ്മളെ പറയുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ ഉണ്ടാകും. നടുറോട്ടിൽ തള്ളപ്പെടേണ്ട അവസ്ഥ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു എന്നെ തള്ളപ്പെടുകയില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് പറയാൻ വേണോ? നമ്മൾ തഖ്വയുള്ള ആവുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകളുടെ കൂടെയാണ്. സഹോദരങ്ങളെ, തഖ്വയുള്ള ആളുകളുടെ കൂടെയാകും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് മഅയ്യത്തുൻ ഖാസത്തുൻ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി കൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം എന്നുള്ളതാണ്. നമ്മൾ തഖ്വയുള്ള ആളുകളായി കഴിഞ്ഞാൽ, അള്ളാഹുവിന് അങ്ങേയറ്റത്ത് ഇഷ്ടപ്പെട്ട ആളുകളായി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും പ്രതിസന്ധിയിലും നമ്മൾക്ക് സഹായിയായിക്കൊണ്ട്, നമുക്ക് കൂട്ടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. സഹോദരൻ, നമ്മൾക്ക് അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തഖ്വ കൊണ്ട് ജീവിച്ച് മാതൃക കാണിച്ചാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആര് കൈവെടിഞ്ഞാലും നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ റബ്ബ് എന്നെ കൈവെടിഞ്ഞിട്ടില്ല എന്നൊരു ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ തഖ്വ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമാണ്. അതേപോലെ തന്നെ മഅയ്യത്തുൻ ആമ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല
കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതെല്ലാവരുടെ കൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുകയും കേൾക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ വളരെ വ്യക്തമായി വീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ കൂടെ ഉണ്ടാവും. എന്നാൽ മുഅ്മിനീങ്ങളാണോ മുത്തഖീങ്ങളാണോ അവരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് അവരുടെ കൂടെ ഉണ്ടാവും. ഏത് പ്രതിസന്ധികളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടാവും. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ, വഅലമൂ നിങ്ങൾ അറിയണേ അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ദുനിയാവിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീക്ക് വേണോ? മുത്തഖീങ്ങളാവുക. അതേപോലെ തന്നെ വിജ്ഞാനം ആഗ്രഹിക്കുന്നുവോ? നമ്മൾ മുത്തഖീങ്ങളാവുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുർഖാൻ നൽകും. ആ ഫുർഖാൻ കൊണ്ടുള്ള ഉദ്ദേശം മഅരിഫത്താണ്, വിജ്ഞാനമാണ്. ജീവിതത്തിൽ തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്തായിട്ട് ഇബാദത്തായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ് ത്വലബുൽ ഇൽം, വിജ്ഞാനം കരഗതമാക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതുപോലെ വിജ്ഞാനം പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഹത്തൽ ഹീതാനു ഫിൽ മാ എന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നില്ല. ആയക്കടലിലെ മത്സ്യങ്ങൾ വരെ വിജ്ഞാനം പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലും എന്ന് പറഞ്ഞ ആ മഹത്തായിട്ടുള്ള വിജ്ഞാനം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഒരു ഇബാദത്തിന് തൗഫീഖ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ? നമ്മൾ തഖ്വയുള്ള ആളുകളാവുക. കാരണം അല്ലാഹ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുർഖാൻ നൽകും, വിജ്ഞാനം നൽകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു വിഷയവുമായി കൊണ്ട് നമുക്ക് പറയാനുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, 4 അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഖുർആനിൻ്റെ വിഷയത്തിൽ ഫിഖ്. നമ്മൾ ഇത്രയും കാലം നമ്മുടെ തറാവിയിൽ നമ്മൾ ഒരുപാട് പാരായണം ചെയ്തു, അതല്ലാതെ ഒരുപാട് ഖത്തമും നമ്മൾ തീർത്തു. പക്ഷേ സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ഫിഖ് എന്താണെന്ന് നമ്മൾക്കാർക്കും അറിയാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ അർത്ഥം ഗ്രഹിക്കാൻ പലപ്പോഴും നമുക്ക് പരിഭാഷ വെച്ചുകൊണ്ടുള്ള അർത്ഥം പറയാൻ പറ്റും. അതല്ല സഹോദരങ്ങളെ, അതൊരർത്ഥമാണെങ്കിലും അതിൻ്റെ അഗാധ തലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള തദബ്ബുറുൽ ഖുർആനുണ്ട്, അത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? 2 കാര്യം. ഇനി അതേപോലെ തന്നെ യഥാർത്ഥ ഹിദായത്ത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? 3-ാമത്തെ കാര്യം. അതേപോലെ തന്നെ നമ്മൾക്ക് മൗഇദത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? 4 കാര്യം. 1-ാമത് ഫിഖ്, 2-ാമത് അഗാധമായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാൻ, 3-ാമത് ഹിദായത്ത് കിട്ടാൻ, 4-ാമത്തത് മൗഇദത്ത് കിട്ടാൻ. മൗഇദത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശം കിട്ടാൻ. അത് പ്രസംഗത്തിലൂടെ മാത്രമല്ല സഹോദരങ്ങളെ, ഏറ്റവും വലിയ മൗഇദത്ത് അത് വിശുദ്ധ ഖുർആനാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമോ? നിങ്ങൾ തഖ്വയുള്ള ആളുകളാവുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദാലിക്കൽ കിതാബ്, ഇതാണ് ആ ഗ്രന്ഥം, ലാ റൈബ ഫീ, അതിൽ സംശയമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അതിലെന്തുണ്ട്? ഹുദയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് പറയാം, മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ളൊരു വിളംബരമാണ്. വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കുള്ളൊരു വിളംബരമാണ്. വഹുദൻ, ഹുദയാൻ, വമൗഇദതൻ, സാരോപദേശമാണ്. ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, തഖ്വയുള്ള ആളുകളാകുക. സഹോദരങ്ങൾ, ഇത്രയും വിശാലമായിട്ടുള്ള അർത്ഥമുള്ള മേഖലയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ തഖ്വയുള്ള ആളുകളാകുന്നോ അത്രയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണങ്ങൾ ഒരുപാടുണ്ടാവും സഹോദരങ്ങളെ. അതേപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് എളുപ്പം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എളുപ്പം കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. അത് ഏത് മേഖലകളിലും പ്രയാസങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, തഖ്വയുള്ള ആളാവുക. എല്ലാത്തിനും പരിഹാരം തഖ്വയുള്ള ആളുകളാവുക. കാരണം അതിനും ആയത്ത് തെളിവുണ്ട്. വമൻ യത്തഖില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവൻ്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമെന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളൊക്കെ ആലോചിക്കുക, എൻ്റെ ഓരോ മേഖലകളിൽ ഒരുപാട് മേഖലകളിൽ ഞാൻ പ്രതിസന്ധി ഏർപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ എനിക്കൊരു യുസ്ർ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ നിന്ന് എനിക്ക് മശക്കത്താണ് കിട്ടുന്നത്, എനിക്ക് പ്രയാസമാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ജീവിതം, നമ്മുടെ ജീവിതം നോക്കുക, ജീവിതത്തിൽ തഖ്വയുണ്ടോ എന്ന്. കാരണം അല്ലാഹ് പറഞ്ഞത് എന്താണ്? തഖ്വയുള്ള ആളുകൾക്ക് മിൻ അംരിഹി യുസ്റ, അവൻ്റെ കാര്യത്തിൽ യുസ്ർ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്, പ്രയാസമില്ലാതെ എളുപ്പമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ തഖ്വ ഇല്ലാത്തത് കൊണ്ടാണോ ഈ ഒരു പ്രയാസം അനുഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഉപജീവനം എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉപജീവനത്തിലൂടെയാണ്. പക്ഷേ സഹോദരങ്ങളെ, കണക്കില്ലാതെ ഉപജീവനം നൽകാം. കണക്കില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകും.
അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതിനും ആയത്തുണ്ട്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജ, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പോംവഴികൾ കാണിക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവനറിയാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കണക്കില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പാദ്യം നൽകും. മറ്റേത് മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉപജീവനം നൽകുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, തഖ്വ കൊണ്ട് അത്രയും ഗുണം നമുക്കുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മഴ വേണോ, സന്താനം വേണോ, തഖ്വയുള്ള ആളുകളാവുക. കാരണം വലൗ അന്ന അഹ്ലൽ ഖുറ, ഒരു ഗ്രാമവാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, ആ ഗ്രാമത്തിന്റെ ആളുകളുണ്ടല്ലോ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ. ഒന്നാമത് പറഞ്ഞത് ആമനു വത്തഖൗ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ തഖ്വ പാലിക്കാൻ ഏറ്റവും അർഹരാരാണ്? ഇവിടുത്തെ കാഫിരീങ്ങളോ ഇവിടുത്തെ മുൽഹിദീങ്ങളോ ഇവിടുത്തെ നിരീശ്വരവാദികളോ അല്ല, അത് ഈമാനുള്ള ആളുകളായിരിക്കണം. അവർക്കാണ് തഖ്വ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിക്കൊണ്ട് ഈമാൻ എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആദ്യം നമ്മുടെ ഈമാനെ നമ്മൾ പരിശോധിക്കണം. ആമനു വത്തഖൗ, വിശ്വസിക്കുകയും തഖ്വയുള്ള ആളുകളാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതി മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ഇറങ്ങും, അഥവാ മഴ വർഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ പുറമെ ഇതൊക്കെ തഖ്വയുടെ അനന്തരഫലങ്ങളാണ്. ജീവിതത്തിൽ തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ കിട്ടാനുള്ള ബോണസുകളാണ്. പക്ഷേ അടിസ്ഥാനപരമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം സ്വീകരിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ സഹോദരങ്ങളെ, ജീവിതത്തിൽ തഖ്വ ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ നേരത്തെ താബിഈന്റെ കഥ പറഞ്ഞത്. മരിക്കാൻ കിടക്കുന്ന സന്ദർഭങ്ങളിൽ പോലും പൊട്ടിക്കരഞ്ഞ ചരിത്രം അവർക്ക് പറയാനുണ്ടായത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകളിൽ നിന്നാണല്ലോ പ്രതിഫലം സ്വീകരിക്കുക എന്നുള്ളൊരു ആശങ്ക അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പാലിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ തഖ്വയ്ക്ക് ഭംഗം വരുന്ന സന്ദർഭങ്ങളിലാണ് ദംബ് അവിടെ വരിക, പാപം അവിടെ വരിക. ജീവിതത്തിൽ തെറ്റ് വരിക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. തെറ്റ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷേ ആ തഖ്വ അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിക്കൊണ്ടും ഈമാനിൽ എന്തുണ്ടായിരിക്കും? കൂടുതലും ഉണ്ടായിരിക്കും, കുറയുന്ന അവസ്ഥയും ഉണ്ടായിരിക്കും. എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കുകയില്ല. ചില സന്ദർഭങ്ങളിൽ നല്ല മൗഇദത്ത് പ്രസംഗങ്ങളും നല്ല കാര്യങ്ങൾ ഖുർആൻ പാരായണമൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ചില ആളുകൾ നമ്മുടെ ഈമാന് അങ്ങേയറ്റം വർദ്ധിക്കും. ചില സന്ദർഭങ്ങളിൽ അങ്ങേയറ്റം താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ തെറ്റിന് സാധ്യത വരുന്ന സന്ദർഭം എപ്പോഴാണ്? തഖ്വയിൽ നിന്നൊരു ഇടർച്ച ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലാണ്. അപ്പോഴാണ് അവിടെ തെറ്റുണ്ടാവുക. ആ തെറ്റുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം അല്ലാഹു സുബ്ഹാനഹു, പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഈ ഒരു മാസം എന്നുള്ളത് ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, അല്ലാഹുവേ നീ അഫൂവ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ അഫൂവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് എപ്പോഴും നമ്മുടെ നാവിലുണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ഒരു ദിവസത്തിൽ 100 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇസ്തിഗ്ഫാറിനുള്ള എണ്ണം നമ്മൾ കൂട്ടേണ്ടതുണ്ട്. സഹോദരങ്ങൾ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തഖ്വയിൽ നിന്ന് നമ്മൾ തെറ്റി നടക്കുന്ന സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ തെറ്റ് വരുമെന്ന് നമ്മൾ പറഞ്ഞു. തെറ്റ് സഹോദരങ്ങളെ 2 രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വരിക. അടിസ്ഥാനപരമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. 2 രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വരിക. ഒന്ന് ശുബ്ഹാത്താണ്, രണ്ടാമത്തെ ഷഹവാത്താണ്. ഇത് രണ്ടും നമ്മൾ കൃത്യമായി കൊണ്ട് ജീവിതത്തിൽ പാലിക്കുമ്പോൾ മാത്രമേ സഹോദരങ്ങളെ അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുള്ളൂ. എന്താണ് ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ? ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങൾ, അങ്ങേയറ്റത്തെ ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ പറയും, നിങ്ങളുടെ തൗഹീദിന് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, നിങ്ങളുടെ തൗഹീദ് ഈ രീതിയിൽ പ്രശ്നമുണ്ടല്ലോ, നിങ്ങളൊക്കെ ശിർക്കിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളാണല്ലോ ചെയ്യുന്നത്. ഒരുപാട് ശുബ്ഹാത്തുകൾ വരും. അതൊരു തെറ്റിലേക്കുള്ള വഴിയാണ് സഹോദരങ്ങളെ. രണ്ടാമത്തെ ഷഹവാത്താണ്. ഇത് രണ്ടിൽ നിന്ന് റബ്ബിനോട് നമ്മൾ രക്ഷ തേടേണ്ടതുണ്ട്. ഷഹവാത്ത് എന്ന് പറയുന്നത് ദേഹേച്ഛകളാണ്. ഒരുപാട് ദേഹേച്ഛകൾക്ക് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞല്ലോ. നഫ്സ് എന്ന് പറഞ്ഞാൽ അത് തിന്മയിലേക്ക് ചായുന്നതാണ്. അതിനെ പിടിച്ചു നിർത്താൻ നമ്മൾ ശ്രമിക്കുക. ഇനി വല്ല നിലക്ക് ആ തിന്മയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് അഗാധമായി കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്ത്
ആ തിന്മയിലേക്ക് മടങ്ങാതിരിക്കുക. ഈ രണ്ട് മേഖലകൾ സഹോദരങ്ങളെ, ഈ രണ്ട് വാതിലുകളെയും നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. ഒന്ന് ശുബ്ഹാത്താണ്, രണ്ടാമത്തെ ഷഹവാത്താണ്. ലോകത്ത് പിയച്ചു പോയ വിശുദ്ധ ഖുർആൻ പിയച്ചു എന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ജൂത നസാറകൾക്ക് സംഭവിച്ചതും ഈ രണ്ട് മേഖലകളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ ദിവസേന 17 തവണ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായിട്ടുള്ള പാതയിൽ നീ ഞങ്ങളെ നയിക്കണേ. എന്താണ് മുസ്തഖീമിൻ്റെ പ്രത്യേകത? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. എന്നിട്ട് പറഞ്ഞ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപത്തിനിരയായ ആളുകളുടെ മാർഗത്തിലുമല്ല, അതേപോലെ തന്നെ വൈപിയച്ച നസാറാക്കളുടെ കൂട്ടത്തിലുമല്ല. അവർക്കൊക്കെ സംഭവിച്ചത് എന്താണ് സഹോദരങ്ങളെ? ഈ രണ്ട് മേഖലകളിലാണ് അവർക്കൊക്കെയും തിന്മ സംഭവിച്ചതെന്നുള്ളതാണ്. നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ പ്രത്യേകത? ഒരുപാട് ഇബാദത്തുകൾ ചെയ്യും, കണക്കില്ലാത്ത റബ്ബിൻ്റെ ദൈവത്തിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനം ചെയ്യും. പക്ഷെ എന്തില്ല? ഇൽമില്ല. ഷഹവാത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങൾ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ വീക്ഷണത്തെയും കൃത്യമായിക്കൊണ്ട് അറിയാം. പക്ഷെ കിബിറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരും പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് മേഖലകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന് ശുബ്ഹാത്തിൻ്റെ മേഖല, രണ്ടാമത് ഷഹവാത്തിൻ്റെ മേഖല. ഈ ജൂത നസാറാക്കൾക്ക് തെറ്റുപറ്റിയ മേഖലകളും ഈ മേഖലയാണ്. ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഹക്കിനെ കൃത്യമായി കൊണ്ടറിഞ്ഞിട്ടും ആ ഒരു മേഖലയിൽ നിന്ന് തെറ്റിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ടാണല്ലോ ജൂതന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യഅരിഫുഹും കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കൾ അറിയുന്ന പോലെ സ്വന്തം മക്കളെ എത്രമാത്രം അവർക്കറിയുന്നുവോ അതുപോലെ പ്രവാചകനെ അവർക്കറിയാം എന്നുള്ളതാണ്. അവരുടെ തൗറാത്തിൽ കൃത്യമായി കൊണ്ട് പ്രവാചകനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കിബിറാണ് അതിൽ നിന്ന് അവരെ പിന്തിരിയാൻ പ്രേരിപ്പിച്ചത്. ഇഖ്ലാസ് ഇല്ലാതെ പോയതാണ് അവരതിൽ നിന്ന് പ്രേരിപ്പിച്ചത്. തഖ്വ ഇല്ലാതെ പോയതാണ് സഹോദരങ്ങളെ അവരെ അതിൽ നിന്ന് ആ തിന്മക്ക് അവരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ എപ്പോഴും ഇഖ്ലാസ് ഉണ്ടാകണം, രണ്ടാമത് തഖ്വ ഉണ്ടാകണം. ഈ രണ്ട് വാതിലുകൾ ഭദ്രമാണെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾക്കുള്ള സാധ്യതകൾ കുറയുമെന്നുള്ളതാണ്. കാരണം ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തഖ്വയെ പോലെ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. അഥവാ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ടും തഖ്വ ഉണ്ടാകുമെന്നുള്ളത് രണ്ടും പൂരകങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞ് ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കും, അതേപോലെ തന്നെ ഒരുപാട് മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കും. പക്ഷേ സഹോദരങ്ങൾ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മയിൽ നിന്ന് മാറ്റി നിർത്തും എന്നുള്ളതാണ്. കാരണം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ആ തിന്മയിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ മാറ്റി നിർത്തിയതിനു ശേഷം അള്ളാഹു പറഞ്ഞൊരു കാര്യം, ഇന്നഹു കാന മിൻ ഇബാദിനൽ മുഖ്ലസീൻ, യൂസുഫ് അലൈഹിസ്സലാം നമ്മുടെ ഇഖ്ലാസുള്ള അടിമകളിൽപ്പെട്ടവരാണ്. അപ്പോൾ സഹോദരങ്ങൾ, ഈ ആയത്തിൽ നമുക്ക് വിവക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ സ്വാഭാവികമായി കൊണ്ട് ഫാഹിഷത്തിൽ പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ തിന്മയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കബായറുകൾ ഉണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഇഖ്ലാസിന് അവിടെ ഭംഗം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇഖ്ലാസ് കുറയുമ്പോഴാണ് സഹോദരങ്ങളെ തിന്മ ജീവിതത്തിൽ ഉണ്ടാവുക. ഇഖ്ലാസ് കുറയുമ്പോഴാണ് തഖ്വ കുറയുക, സ്വാഭാവികമായി കൊണ്ട് തിന്മയിലേക്ക് പോവുക. ഈ സമയത്ത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ആദ്യം പറഞ്ഞു, ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈമാന് സിയാദത്തും ഉണ്ടാവും, അഥവാ കൂടുതലും ഉണ്ടാവും, കുറയലും ഉണ്ടാവും. ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങേയറ്റത്ത് ഇസ്തിഗ്ഫാറോടുകൂടി ആ തിന്മ പരിപൂർണമായി കൊണ്ട് വെടിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുമ്പോൾ സഹോദരങ്ങളെ രണ്ട് രീതിയിലായിക്കൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കണം. എങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ചെയ്ത തിന്മയാണെങ്കിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തിന്മയാണെങ്കിൽ, അല്ലെങ്കിൽ തിന്മകൾ രണ്ട് രീതിയിലാണ് വരിക, അത് നാം മനസ്സിലാക്കണം. ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഒരു കാര്യത്തെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് ഒരു സാധ്യത. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് മേഖലകളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ തിന്മ വരിക. ഈ ഒരു മേഖലകളിലൂടെ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ തിന്മ വരികയാണെങ്കിൽ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ അങ്ങേയറ്റത്ത് ഇഷ്ടം ഉള്ള ആളാണ്. പക്ഷേ സഹോദരങ്ങളെ, സൃഷ്ടികളോട് തിന്മ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ സമപ്രായക്കാരോട് നമ്മൾ തിന്മ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കൂടപ്പിറപ്പിനോട് നമ്മൾ തിന്മ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൗബ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെ തടസ്സമായിക്കൊണ്ട് ആ മനുഷ്യൻ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗബ ചെയ്തു തരണമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗബ നമുക്ക് വേണമെങ്കിൽ ആ മനുഷ്യനും കൂടി പുറത്തു തന്നാലേ സഹോദരങ്ങളെ
പുറത്തു തരുള്ളൂ എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഏരിയയാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ബാധ്യത വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കും. പക്ഷേ സഹോദരങ്ങളെ, അതേപോലെ തന്നെ നമ്മുടെ സമക്കാരത്തോടുള്ള, നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന നമ്മുടെ ഭാര്യയോടുള്ള, നമ്മുടെ മക്കളോടുള്ള, നമ്മുടെ പിതാവിനോടുള്ള, നമ്മുടെ മാതാവിനോടുള്ള, നമ്മുടെ കൂട്ടുകാരോടുള്ള ബന്ധം ഏറ്റവും നന്നാക്കണം എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആൻ അഖീമുസ് സ്വലാത്ത വ ആത്തു സക്കാത്ത് എന്ന് പറഞ്ഞിടത്ത് ഇമാം സഅദി റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. എന്തിനാണ് സഹോദരങ്ങളെ അഖീമുസ് സ്വലാത്ത വ ആത്തു സക്കാത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടിക്ക് പറയേണ്ടതിൻ്റെ ഹിക്മത്ത് എന്താണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാ പറയുന്ന ഒരു കാര്യമുണ്ട്. അഖീമുസ് സ്വലാത്ത്, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണേ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അവിടെ നിനക്ക് പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ വആത്തു സക്കാത്ത്, നീ സക്കാത്ത് നിർവഹിക്കണേ എന്ന് പറയുന്നത് അത് സൃഷ്ടികളോടുള്ള ബാധ്യതയാണ്, അത് നിന്റെ കൂടപ്പിറപ്പിനോടുള്ള ബാധ്യതയാണ്, അത് നീ ജീവിക്കുന്ന നിന്റെ സൊസൈറ്റിയിലുള്ള ആളുകളോടുള്ള ബാധ്യതയാണ്. അവിടെ പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് അവരുമായി കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ പരലോകത്ത് കഴിച്ചിലാവുക എന്നുള്ളതാണ്. കാരണം സിറാത്ത് കഴിഞ്ഞാലും സിറാത്തിലൂടെ പ്രവേശിക്കൽ മുഅ്മിനീങ്ങൾ മാത്രമാണ്. കാഫിരീങ്ങൾ സിറാത്തിലൂടെ പ്രവേശിക്കുകയില്ല. കാഫിരീങ്ങളെ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തെറിയലാണ്. സിറാത്ത് പാലമുള്ളത് അത് മുഅ്മിനീങ്ങൾക്കാണ്. ആ സിറാത്ത് കഴിഞ്ഞാലും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സിറാത്ത് കഴിഞ്ഞാലും പിന്നെ ചില ആളുകൾ അവിടെ തടഞ്ഞു നിർത്തപ്പെടുമെന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് അമൽ സ്വാലിഹാത്ത് ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞ് ആ സിറാത്തും കഴിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തടയപ്പെടുന്നത് ചില പ്രത്യേക ആളുകൾക്കാണ്. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ആരോടെങ്കിലും അസൂയ വെച്ച, ജീവിതത്തിൽ മറ്റവരോട് പകവെച്ച് അവരെ ഉപദ്രവിച്ച് അവരെക്കുറിച്ച് ഏഷണി പറഞ്ഞ ചില ആളുകളാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ തീർത്തിട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞത് ഇസ്തിഗ്ഫാറിൻ്റെ ബാബിലേക്ക്, ഇസ്തിഗ്ഫാറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളോട് നമ്മൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൊറുക്കലിനെ പോയി ചോദിക്കണം, അവരോട് പോയി ചോദിക്കണം. ഞാൻ ഇന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അന്ന് നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു, നീ പുറത്ത് എനിക്ക് തരണം, എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്ത് തരുമെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ അവരോട് പറയണം സഹോദരങ്ങളെ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കല്ലോ. മിഅ്റാജിൻ്റെ രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൂട്ടി നടക്കുന്ന സന്ദർഭത്തിൽ ആ ഹദീസിൽ നമുക്ക് കാണാം, ലമ്മ ഉരിജ ബി റബ്ബി, എൻ്റെ റബ്ബ് എൻ്റെ ആകാശത്തിലേക്ക് ഉയർത്തിയ സന്ദർഭത്തിൽ മറർത്തു ബി ഖൗമിൻ, ഒരു സമുദായത്തിൻ്റെ അടുത്തേ കൂടി ഞാൻ നടന്നു. എന്താണ് അവരുടെ പ്രത്യേകത? അൽഫാറു മിൻ നുഹാസിൻ, ചെമ്പിനാലുള്ള നഖം അവർക്കുണ്ട്. എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? യഹ്മിസൂന ഫീ വുജൂഹിഹിം വസുദൂരിഹിം, അവർ അവരുടെ മുഖത്തിലും പാർശ്വങ്ങളിൽ നെഞ്ചകത്തൊക്കെ ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫഖുൽതു മൻ ഹൗലാഹി യാ ജിബ്രീൽ, ഏ ജിബ്രീലേ ആരാണ് ഈ വിഭാഗം? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൗലാഇൽ ലദീന യഅകുലൂന ലുഹൂമൻ നാസി, ജനങ്ങളുടെ പച്ചയായിട്ടുള്ള മാംസം കഴിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സഹോദരങ്ങളെ റബ്ബിൻ്റെ തൗബ ആഗ്രഹിക്കണമെങ്കിൽ അത് റബ്ബിനോടല്ല പറയേണ്ടത്, അത് ആദ്യം അവരോട് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൈകൾ ഉയർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും സഹോദരങ്ങളെ നമ്മൾ വീഴ്ച പറ്റുന്ന ഏറ്റവും വലിയൊരു മേഖലയാണത്. കാരണം മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മുടെ സൃഷ്ടികളുമായിട്ടില്ല. അത് ശൈത്താൻ അങ്ങനെയാണ്. കാരണം ഏതെങ്കിലും എല്ലാ മേഖലകളിലും നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആക്കി വരുമ്പോൾ ഏതെങ്കിലും നമ്മൾക്ക് ഹലലുള്ള, നമുക്ക് വീഴ്ച വരാനുള്ള ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ പിശാച് അവിടെ കൂടും എന്നുള്ളതാണ്. സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളും നമ്മൾ അടക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ സൃഷ്ടികളോടുള്ള, നമ്മൾ പറഞ്ഞ പോലെ സൃഷ്ടികളോടുള്ള ബാധ്യത നമ്മൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വർഗ്ഗപ്രവേശത്തിന് അത് തടസ്സം നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ രണ്ട് മേഖലയായിട്ട് അള്ളാഹുവിനോട് ചെയ്ത തിന്മ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് നമ്മൾ മടങ്ങുക. അതേപോലെ തന്നെ സൃഷ്ടികളോടാണ് നമ്മൾ തിന്മ ചെയ്തതെങ്കിൽ സൃഷ്ടികളോട് ചോദിച്ചിട്ട് അവർ പുറത്തു തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടുക എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, തഖ്വയുടെ ഏറ്റവും വലിയൊരു ഭാഗമാണത്. തഖ്വയിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി കൊണ്ട് അവിടെ തിന്മ വരും. ആ തിന്മ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, വല്ല മ്ലേച്ഛതകളും തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഔ ദലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം ചെയ്തു കഴിഞ്ഞാൽ, ദക്കറുല്ലാഹ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഓർക്കുകയും ചെയ്തു. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ തൗബ പുറത്തു തരാൻ മറ്റാരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിൻ്റെ ഈ ഒരു അവസാന മേഖലയിൽ ഇസ്തിഗ്ഫാറോടുകൂടി പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരഞ്ഞ കണ്ണുകളുമായി കൊണ്ട്
റബ്ബിനോട് നമ്മൾ തൗബ ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് സഹോദരങ്ങളെ ഈ റമദാനുകൾ കൊണ്ട് റമദാന് മുതലായത്, അല്ലെങ്കിൽ ഈ റമദാന് കിട്ടിയത് അങ്ങനെയുള്ള ആളുകൾക്കാണ്. അല്ലാതെ ജീവിതത്തിൽ നമ്മൾ ഒരു റമദാന് കിട്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയാതെ, അല്ലെങ്കിൽ ചെയ്ത ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് യാതൊരു ഗുണവുമില്ലാതെയാണ് റമദാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞ ശാപപ്രാർത്ഥനയ്ക്കിരയായ ആളുകളിൽ നമ്മളും ഉൾപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയുള്ള ഈ കുറച്ച് ദിവസങ്ങൾ തൗബയിൽ നമ്മൾ അണിനിരക്കുക എന്നുള്ളതാണ്. ഒരുപാട് ചരിത്രം നമുക്ക് ആ വിഷയത്തിൽ തന്നെ പറയാനുണ്ടല്ലോ. മഹാനായ മാലിക് ബിൻ മായിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം തൗബയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് സഹോദരങ്ങളെ. പലപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ തൗബ ചെയ്യാൻ, ജീവിതത്തിൽ അത്രയും തിന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റബ്ബെല്ലാം പുറത്തു തരുമെന്നുള്ളതാണ്. മഹാനായ മാലിക് ബിൻ മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുക്കൽ മദീന പള്ളിയിലേക്ക് ഓടി വരുന്നൊരു രംഗമുണ്ട്. എൻ്റെ പ്രവാചകരെ ത്വഹിർനി യാ റസൂലല്ലാഹ്, എൻ്റെ റസൂലെ ഒന്ന് നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. അപ്പോൾ പ്രവാചകൻ ചോദിക്കണം, എന്താണ് മായിസ് നിങ്ങൾ ത്വഹിർനി എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചെന്നാൽ? പ്രവാചകരെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, വ്യഭിചരിച്ചു പോയി, ഒരു പെണ്ണുമായി വ്യഭിചാരം നടത്തിപ്പോയി, പ്രവാചകരെ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. പ്രവാചകൻ കിസാസ് ആദ്യം തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചില്ല. സ്വഹാബികളോട് പറഞ്ഞ് മായിസ് എന്തൊക്കെ സംസാരിക്കുന്നത് പരിശോധിക്കുക എന്ന് പറഞ്ഞു. സ്വഹാബികൾ പരിശോധിച്ചു, മായിസിന് ഒന്നും സംഭവിച്ചിട്ടില്ല. മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മായിസ് കള്ളും കുടിച്ചിട്ടില്ല. എല്ലാ നിലക്ക് പ്രവാചകൻ മായിസിനെ ആട്ടിയകറ്റാൻ നോക്കും. വീണ്ടും പ്രവാചകൻ്റെ അടുക്കൽ മായിസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയും, പ്രവാചകരെ എന്നെ ശിക്ഷിക്കണം, എന്നെ കിസാസ് നടത്തണം, എനിക്ക് പരലോകത്തെ ശിക്ഷ ഭയമാണ് പ്രവാചകരെ, നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ അത് വീട്ടണമെന്ന് പറഞ്ഞ് മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുക്കൽ വരുമ്പോൾ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, മായിസ് നീ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് തോന്നിയതാകും, നീ ചുംബിച്ചതാകും. എല്ലാ പ്രവാചകരെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് പ്രവാചകരെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിസാസ് നടപ്പിലാക്കുന്ന രംഗത്തിലാണ് മായിസുമായി കൊണ്ട് വ്യഭിചരിച്ച സ്ത്രീ പ്രവാചകൻ്റെ സന്നിധിയിൽ വരുന്നത്. പ്രവാചകരെ ഞാനും മായിസിൻ്റെ കൂടെ വ്യഭിചരിച്ച സ്ത്രീയാണ്, എന്നെയും നിങ്ങൾ ത്വഹിർനി റസൂലല്ലാഹ്, റസൂലെ നിങ്ങൾ എന്നെയും ശുദ്ധീകരിക്കണേ. പ്രവാചകൻ ആ സ്ത്രീയെ നോക്കിയപ്പോൾ ആ സ്ത്രീ വയറ്റിലുള്ള സ്ത്രീയാണ്. പ്രവാചകൻ ആ പെണ്ണിനോട് പറഞ്ഞു, നീ പ്രസവിച്ചിട്ട് വാ, എന്നിട്ട് കിസാസ് നടത്താം. ആ ഒരു കാലഘട്ടത്തിൽ, പ്രസവിക്കുന്ന ആ ഒരു കാലഘട്ടം വരെയുള്ള ആ ഒരു 10 മാസ കാലഘട്ടത്തിൽ ആ പെണ്ണ് നടത്തിയ തൗബ, അങ്ങേയറ്റത്തെ തൗബയാണ് ആ സ്ത്രീ നടത്തിയത്. അങ്ങനെ ചോര പൈതലുമായിക്കൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിൽ വരുന്ന ഒരു ചരിത്രം സഹോദരങ്ങളെ നമുക്ക് കണ്ണീരോടുകൂടി വായിക്കാൻ സാധിക്കും. ആ ചോര പൈതലുമായിക്കൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിൽ ആ സ്ത്രീ വരുമ്പോൾ പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകർ എത്രയും പെട്ടെന്ന് നിങ്ങൾ എൻ്റെ കിസാസ് നടത്തണം. പ്രവാചകൻ പറയാണ്, ആ കുട്ടിയൊന്ന് എന്തെങ്കിലും കഴിക്കുന്ന പ്രായം വരെ എത്തട്ടെ, സ്വന്തമായി കൊണ്ട് പിടിച്ച് കഴിക്കാനെത്തുന്ന പ്രായം എത്തട്ടെ, എന്നിട്ട് നിന്നെ കിസാസ് ചെയ്യാം. വീണ്ടും ആ പെണ്ണ് കണ്ണീരോടുകൂടി മടങ്ങുകയാണ്. ആ കാലം അത്രയും ആ പെണ്ണ് തൗബയിൽ അണിനിരന്നു എന്നുള്ളതാണ്. ശേഷം ആ പെണ്ണ് ആ കുട്ടിയുമായി കൊണ്ട് തോളിലേറ്റിക്കൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിൽ വരുന്നൊരു ചരിത്രമുണ്ട് സഹോദരങ്ങളെ. ആ കുട്ടിയുടെ കയ്യിൽ ചെറിയൊരു റൊട്ടി കഷ്ണവുമായി കൊണ്ട് കുട്ടി സ്വന്തമായി കൊണ്ട് കഴിക്കുന്നു. അങ്ങനെ പ്രവാചകൻ ആ സ്ത്രീയെ കിസാസ് നടപ്പിലാക്കുന്ന രംഗത്ത് കല്ലുകൾ കൊണ്ട് എറിയലാണല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്നറിയില്ല, അതേപോലെ തന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണെന്നറിയില്ല. എടുത്ത കല്ലെറിഞ്ഞതിൻ്റെ ഫലമായിക്കൊണ്ട് മേനിൽ ധരിച്ച രക്തത്തെ നോക്കിക്കൊണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു രംഗമുണ്ട്, ഇത്രയും വ്യഭിചാരിയായിട്ടുള്ള ഈ മോശപ്പെട്ട സ്ത്രീൻ്റെ രക്തമാണോ എൻ്റെ മേനിൽ തറച്ചതെന്ന് പൈചാരിയപ്പോൾ പ്രവാചകനോട് തിരുത്തുകയാണ്, ഖാലിദ് ഒരിക്കൽ പോലും നിങ്ങളത് പറയരുത്. മദീനയിലെ മുഴുവൻ ആളുകളുടെ തൗബ എടുത്തു വെക്കുകയാണെങ്കിലും, ഈ പെണ്ണിൻ്റെ തൗബ മറ്റൊരു തുലാസിൽ എടുത്തു വെക്കുകയാണെങ്കിലും ഈ പെണ്ണിൻ്റെ തൗബയായിരിക്കും ഏറ്റവും കൂടുതൽ കനം കൂടിയത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, തൗബക്ക് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. ജീവിതത്തിൽ എത്ര വലിയ തിന്മകൾ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഉയർത്തുന്ന കരങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മടക്കുകയില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ തൗബ ചെയ്യുക എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തൗബ ചെയ്യാനൊരു തൗഫീഖ് അത് വേറെ തന്നെ വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ എന്ത് തിന്മ ചെയ്യുമ്പോൾ അള്ളാഹ് പുറത്തു തരും, അള്ളാഹ് പുറത്തു തരുന്ന ഇങ്ങനെ നായികക്ക് വട്ടം 40 വട്ടം പറഞ്ഞാൽ പോരാ, അതിന് തൗഫീഖ് തന്നെ വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കണം. കലങ്ങിയ കണ്ണുകളുമായിക്കൊണ്ട് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും എന്നുള്ളതാണ്. ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ ചരിത്രവും കൂടി ഞാനിവിടെ പറഞ്ഞുതരാം. ആരായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന താബിഈ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഖുത്താഉ ത്വരീഖ് എന്നാണ്. വയ്യോരത്തിലൂടെ ആ മരുഭൂമിയിലൂടെ നടക്കുന്ന കച്ചവട സംഘത്തെ തടസ്സം നിർത്തി ആ കച്ചവട വസ്തുക്കളെ തട്ടിപ്പറിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന താബിഈ. പക്ഷേ ആ ഫുളൈൽ ഇബ്നു ഇയാദ് തൻ്റെ ആശിഖത്തുമായി തൻ്റെ കാമുകിയുമായി കൊണ്ട് ഒരിക്കൽ വ്യഭിചരിക്കാൻ വേണ്ടി
ഒരു മതിലിങ്ങനെ ചാടുന്ന രംഗത്തിലാണ് ആ പെണ്ണ് നന്നായി. ആ പെണ്ണ് അവിടുന്ന് ഓതുന്ന ഒരു ആയത്ത് അലം യഅനില്ലദീന ആമനു കീയൊതുങ്ങാനായിട്ടില്ലേ, വിശ്വാസികൾക്ക് കീയൊതുങ്ങാനായിട്ടില്ല. അൻ യഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ നടുങ്ങാനായിട്ടില്ല എന്ന ആയത്ത് ഫുദൈൽ ഇബ്നു ഇയാദ് കേട്ടപ്പോൾ അപ്പുറത്ത് വെച്ച കാല് ഫുദൈൽ നേരെ ഇപ്പുറത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ഫുദൈൽ ഇബ്നു ഇയാദ് പിന്നെ ചരിത്രത്തിൽ വലിയ ധർമ്മം ചെയ്യുകയാണ് സഹോദരങ്ങളെ. അങ്ങനെയൊക്കെ അവരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും പുറത്തു തരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ചരിത്രം. പിന്നെ ഈ ആയത്തിൽ തന്നെ ശേഷം പറയുന്നത് ലിദിക്രില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ്ടല്ലോ വലാ യകൂനു കല്ലദീന, ഈ സ്ത്രീ ഓതിയ ആയത്തിൻ്റെ ബാക്കിയാണ്. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, നിങ്ങൾക്ക് മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആ അഹ്ലുൽ കിതാബ് ഉണ്ടല്ലോ, ജൂതന്മാരുണ്ടല്ലോ, അവരെ പോലെ നിങ്ങൾ ആവരുത്. എന്നിട്ട് എന്താണ് അവരുടെ പ്രത്യേകത? ഫതോല അലൈഹിമുൽ അമദ്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് നീട്ടിക്കൊടുത്തു. ഫഖസത്ത് ഖുലൂബുഹും, അപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കടുത്തുപോയി. അങ്ങനെയുള്ള ആളുകളെ പോലെ നിങ്ങൾ ആവരുത് എന്ന് ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഓതുന്നത് കേട്ടാണ് ഫുദൈൽ ഇബ്നു ഇയാദ് ആ സ്ത്രീയുമായി കൊണ്ട് വ്യഭിചരിക്കാൻ പോകുന്ന അവസ്ഥയിൽ നേരെ ഫുദൈൽ ഇബ്നു ഇയാദ് റിട്ടേൺ അടിക്കുന്നത്. ശേഷം ഈ ആയത്തിൽ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ സഹോദരങ്ങളെ, സുമ്മ ഖസത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകളെ പോലെ നിങ്ങൾ ആവരുത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു പോയിൻ്റാണിത്. എന്താണ് ഖസ്വത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ? ഹൃദയം കടുത്തു പോകുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നെ തൗബക്കുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവില്ല. അത്രയും കല്ല് പോലെ ആകാം. സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ കുറിച്ച് പോലെ, ജൂതന്മാർക്ക് സംഭവിച്ചത് അതാണ്. തിന്മയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിലിങ്ങനെ അടിയുറച്ച് നിന്ന് വീണ്ടും ചെയ്ത് ഒരു പുള്ളിക്കുത്താണല്ലോ, ആ കുത്ത് ഇങ്ങനെ വർദ്ധിച്ച് അത് പിന്നെ കല്ല് പോലെയാവും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് തന്നെ പറഞ്ഞത്, സുമ്മ ഖസത്ത് ഖുലൂബുഹും മിൻ ബഅദി സുമ്മ ഖസത്ത് ഖുലൂബുഹും കൽ ഹിജാറ, ഒരു കല്ല് പോലെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തതായി. അങ്ങനെയുള്ള ആളുകളാണ് സഹോദരങ്ങളെ ഈ ജൂതന്മാർ എന്നുള്ളത്. അവരെ പോലെ നിങ്ങളാകരുത്. ഈ ഒരു കാര്യം സഹോദരങ്ങളെ നമ്മൾക്കും ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ നമ്മളതിൽ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയം എന്തായിരിക്കും? കടുത്ത് കല്ല് പോലെയാകും. പിന്നെ നമ്മുടെ ചെയ്യുന്ന തൗബക്കൊന്നും അങ്ങോട്ടൊരു ഏശലുണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തിന്മ ചെയ്യുകയാണെങ്കിൽ, തിന്മയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടികളോടുള്ള തിന്മയാണെങ്കിൽ, സമക്കാരോട് ചെയ്യുന്ന തിന്മയാണെങ്കിൽ, നമ്മുടെ കൂടെപ്പിറപ്പിനോട് ചെയ്യുന്ന തിന്മയാണെങ്കിൽ അവരോട് തൗബ ചെയ്തിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അഭികാമ്യമായിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെല്ലാവരെയും റബ്ബേ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ പരിശുദ്ധമായിട്ടുള്ള റമദാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഇബാദത്തുകൾ, ഞങ്ങൾ ചെയ്തിട്ടുള്ള നമസ്കാരങ്ങൾ, ഞങ്ങൾ ഓതിയ ഖുർആൻ പാരായങ്ങൾ, ഞങ്ങൾ ഇന്ന് നമസ്കരിച്ച നമസ്കാരങ്ങളെല്ലാം റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നഷ്ടക്കാരിൽ റബ്ബേ ഞങ്ങളെ പെടുത്തലേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വൈപിയച്ച് പോയ ആളുകളുണ്ട്, തൗഹീദ് ലഭിക്കാതെ പോയ ആളുകളുണ്ട്, അല്ലെങ്കിൽ ലഭിച്ച തൗഹീദ് ലഭിച്ചിട്ട് അതിൽ നിന്ന് മുർത്തത്തായി പോയിട്ടുള്ള ആളുകളുണ്ട്. അല്ലാഹുവേ, അങ്ങനെയുള്ള ആളുകളിൽ ഒന്ന് റബ്ബേ ഞങ്ങൾ ഉൾപ്പെടുത്തലേ അല്ലാഹ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റാഹിമീൻ.